സർക്കാർ പുനരധിവസിപ്പിച്ച പുത്തുമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ അതീവ ദുരിതത്തിൽ. സർക്കാരും സന്നദ്ധ സംഘടനകളും ചേർന്ന് നിർമ്മിച്ച വീടുകളെല്ലാം ചോർച്ചയും വിള്ളലും വീണതോടെയാണ് ദുരിതത്തിൽ ആയത്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കൂടുതൽ ആളുകളെ ടൗൺഷിപ്പിൽ താമസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ദുരന്തബാധിതർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിപ്പോ പൊട്ടൽ കൂടിയിട്ട് ഏകദേശം ഈ ഭാഗം വരെ അകത്തും വന്നിട്ടുണ്ട്, അതേപോലെ പുറത്തും വന്നിട്ടുണ്ട്. 2019 പുത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 17 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ദുരന്തത്തിനിരയായ 52 കുടുംബങ്ങളെ സർക്കാർ മേപ്പാടിയിലെ പൂത്തക്കൊല്ലിയിൽ പുനരധിവസിപ്പിച്ചു. സന്നദ്ധ സംഘടനകളും സർക്കാരും സഹകരിച്ചായിരുന്നു പുനരധിവാസം. വീടുകൾ ലൈഫിൽ ഉൾപ്പെടുത്തി സർക്കാർ 4 ലക്ഷം രൂപ നൽകി. ബാക്കി പണം നൽകി സന്നദ്ധ സംഘടനകൾ നിർമ്മാണം ഏറ്റെടുത്തു. എന്നാൽ വീടുകൾ കൈമാറി 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ ദുരന്തബാധിതർ എല്ലാവരും ഗതികേടിലായി. ഇപ്പോൾ ചോർച്ച തടയാൻ വീടുകൾക്ക് മുകളിൽ ടാർപ്പായ കെട്ടിയാണ് ദുരന്തബാധിതർ താമസിക്കുന്നത്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചാറിയാലും മതി, താഴെ വരെ വെള്ളം ഉണ്ടാവും. പിന്നെ ലൈറ്റൊന്നും ഇടാൻ പറ്റില്ല, ലൈറ്റ് ഇടുമ്പോഴൊക്കെ ഷോക്കാണ്. ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ വീടിൻ്റെ മുകളിലും പ്ലാസ്റ്റിക്. 3 വീട് ഒഴികെ ബാക്കി എല്ലാ വീടിൻ്റെ മുകളിൽ 49 വീട്ടിൽ 3 വീടിന് വാർപ്പാണ്. ബാക്കിയുള്ള എല്ലാ വീടുകൾക്കും ടാർപോളിനാണ് മുകളിൽ. ചോർച്ചയാണ്, നല്ല ചോർച്ചയാണ്. സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വം കാണിക്കുന്നില്ല. വീടുകളിലുള്ള വിള്ളലും ചോർച്ചയും വലിയ പ്രശ്നമായതോടെ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ പലതവണ ദുരന്തബാധിതർ പരാതി അറിയിച്ചു. പക്ഷേ സർക്കാർ കൈയൊഴിയുകയാണ് ചെയ്തത്. പ്രശ്നം പരിഹരിക്കില്ലെന്ന് കണ്ടതോടെ പല ദുരന്തബാധിതരും ഇല്ലാത്ത പണം മുടക്കി ഇപ്പോൾ വീടുകൾ പുതുക്കി പണിയുകയാണ്. ദുരന്തബാധിതർക്കായി ഉണ്ടാക്കിയ ടൗൺഷിപ്പിൽ സാംസ്കാരിക നിലയം ഉൾപ്പെടെ വലിയ വാഗ്ദാനങ്ങളും സർക്കാർ നൽകിയിരുന്നു. എന്നാൽ അതൊന്നും പാലിക്കപ്പെട്ടില്ല. ഇപ്പോൾ അതിദരിദ്രരായ 21 കുടുംബങ്ങളെ കൂടി ടൗൺഷിപ്പിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ദുരന്തബാധിതർ തടഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിച്ചിട്ട് നിർമ്മാണം നടത്തിയാൽ മതിയെന്നാണ് ഇവരുടെ നിലപാട്.